എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മൈലോമ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാകാം. അപ്പോൾ ആ ചികിത്സാ വഴികളെക്കുറിച്ച് ലളിതമായി സംസാരിക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ഓരോ ഘട്ടവും നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, പുതിയൊരു രോഗനിർണയം കേൾക്കുന്നത് ശരിക്കും എളുപ്പമുള്ള കാര്യമല്ല. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ചികിത്സയുടെ ഓരോ ഘട്ടത്തെക്കുറിച്ചും വളരെ വ്യക്തമായൊരു ചിത്രം നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ നേരിടാൻ സാധിക്കും. ചികിത്സ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാം. എന്തിനാണ് ഈ ചികിത്സ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? നോക്കൂ, ഒന്നാമത്തെ ലക്ഷ്യം ശരീരത്തിലെ മൈലോമ കോശങ്ങളെയും അതുണ്ടാക്കുന്ന പ്രോട്ടീനുകളെയും പരമാവധി കുറയ്ക്കുക എന്നതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അതായത് കുറഞ്ഞ പാർശ്വഫലങ്ങളോടെ നിങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ സഹായിക്കുക. പിന്നെ ചികിത്സയുടെ ഫലം മോസ്റ്റ്ലി ദീർഘകാലം നിലനിർത്തുക എന്നതും ഒരു പ്രധാന ലക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ വ്യക്തമാണല്ലോ. ഇനി ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴി, അതായത് ചികിത്സയുടെ ഒരു പൊതുവായ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവെ പറഞ്ഞാൽ 3 പ്രധാന ഘട്ടങ്ങളാണ് ഈ ചികിത്സാ യാത്രയിലുള്ളത്. ആദ്യത്തേത് ഇൻഡക്ഷൻ തെറാപ്പി. അതിനുശേഷം വരാൻ സാധ്യതയുള്ള ഒന്നാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. അവസാനം മെയിൻ്റനൻസ് തെറാപ്പിയും. ഒരു കാര്യം ഓർക്കണം, ഇതിലെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നല്ല. അത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ പടിയിലേക്ക് കടക്കാം. ഇൻഡക്ഷൻ തെറാപ്പി. ഇതാണ് ചികിത്സയുടെ തുടക്കം. മൈലോമയെ ആദ്യമായി നേരിടാനും നിയന്ത്രിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇൻഡക്ഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, ഇതൊരു തുടക്കമാണ്. രോഗത്തെ പെട്ടെന്ന് തന്നെ ഒന്ന് ഒതുക്കി നിർത്താനുള്ള ആദ്യത്തെ വലിയൊരു ശ്രമം. ഇതിനായി ഒരൊറ്റ മരുന്നല്ല ഉപയോഗിക്കുന്നത്, പകരം പല മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് നൽകാറ്. ഈ മരുന്നുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ റെജിമെൻ എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായ ഒന്നാണ് ഡബ്ലറ്റ് റെജിമെൻ. പേരുപോലെ തന്നെ ഒരേ സമയം 2 മരുന്നുകൾ ഉപയോഗിക്കുന്ന രീതിയാണത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത് ട്രിപ്ലറ്റ് റെജിമെനാണ്. അതായത് 3 വ്യത്യസ്ത മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ. പുതുതായി രോഗം സ്ഥിരീകരിക്കുന്ന മിക്ക രോഗികൾക്കും ഇതൊരു സ്റ്റാൻഡേർഡ് ചികിത്സയായി മാറിയിട്ടുണ്ട്. ഇതിലും ശക്തമായ ഒരു ഓപ്ഷനാണ് ക്വാഡ് റെജിമെൻ. ഇവിടെ 4 മരുന്നുകളാണ് ഒരുമിച്ചുപയോഗിക്കുന്നത്. സാധാരണയായി നിലവിലുള്ള ട്രിപ്ലറ്റ് കോമ്പിനേഷനിലേക്ക് പുതിയൊരു തരം മരുന്നുകൂടി ചേർക്കുകയാണ് ചെയ്യാറ്. ഇത് കൂടുതൽ ഫലം നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ക്വാഡ് കൂടുതൽ ശക്തമാണെങ്കിൽ പിന്നെന്തിനാണ് ട്രിപ്ലറ്റ് ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും ക്വാഡ് കൊടുത്താൽ പോരെ? അവിടെയാണ് ഒരു പ്രധാന കാര്യം വരുന്നത്. ക്വാഡ് റെജിമെൻ കൂടുതൽ ഫലം തരുമെങ്കിലും അതിന് പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഏത് ചികിത്സയാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് ഡോക്ടറുമായി സംസാരിച്ച് തീരുമാനിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ശരി, ഇൻഡക്ഷൻ തെറാപ്പി കഴിഞ്ഞാൽ ചികിത്സയിലെ അടുത്തൊരു പ്രധാന ഘട്ടത്തിലേക്ക് വരാം. എല്ലാവർക്കും ഇത് വേണ്ടി വരില്ല, പക്ഷെ പലർക്കും ഇതൊരു നിർണായക ഘട്ടമാണ്. ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ ASCT. എന്തിനാണ് ഈ ട്രാൻസ്പ്ലാന്റ്? സത്യത്തിൽ ഇതൊരു തരം രക്ഷാപ്രവർത്തനമാണ്. മൈലോമ കോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ നമുക്ക് വളരെ ശക്തമായ ഹൈ ഡോസ് കീമോതെറാപ്പി ഉപയോഗിക്കണം. പക്ഷെ ആ കീമോ മൈലോമ കോശങ്ങളെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെയും നശിപ്പിക്കും. അപ്പോൾ ആ നല്ല കോശങ്ങളെ തിരികെ നൽകി ശരീരത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ട്രാൻസ്പ്ലാന്റ്. പലരും വിചാരിക്കുന്നത് പ്രായമാണ് ട്രാൻസ്പ്ലാന്റിനുള്ള പ്രധാന മാനദണ്ഡമെന്നാണ്. എന്നാൽ സത്യം അതല്ല. പ്രായത്തേക്കാൾ ഉപരി നിങ്ങളുടെ ശരീരം ഈ ചികിത്സയെ താങ്ങാൻ എത്രത്തോളം സജ്ജമാണ് എന്നതാണ് പ്രധാനം. നിങ്ങളുടെ പൊതുവായ ആരോഗ്യം, മറ്റസുഖങ്ങൾ, ശാരീരിക ക്ഷമത, ഇതെല്ലാം പരിഗണിച്ചാണ് ഒരു തീരുമാനമെടുക്കുക. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ വിവരം നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച് തന്നെ ഉറപ്പുവരുത്തണം. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്താണ് ഈ പ്രോസസ്സ്? ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് പേടി തോന്നാം. പക്ഷെ നമുക്കിതിനെ ഓരോ ഘട്ടമായിട്ടൊന്ന് നോക്കാം, വളരെ ലളിതമായി. എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയിൽ സംഭവിക്കുന്നത്? തുടക്കം മുതൽ ഒടുക്കം വരെ എന്തൊക്കെയാണ് പ്രധാന ഘട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡക്ഷൻ തെറാപ്പിയിലൂടെ രോഗത്തെ ഒന്ന് നിയന്ത്രിക്കും. അതിനുശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നല്ല സ്റ്റെം സെല്ലുകൾ ശേഖരിക്കും. ഇത് അണിക രക്തം ദാനം ചെയ്യുന്നത് പോലെ ഒരു പ്രക്രിയയാണ്. ഈ സെല്ലുകളെ സുരക്ഷിതമായി ഫ്രീസ് ചെയ്തു വയ്ക്കും. എന്നിട്ടാണ് ഹൈ ഡോസ് കീമോതെറാപ്പി നൽകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സൂക്ഷിച്ചുവെച്ച സ്റ്റെം സെല്ലുകളെ ഒരു ഡ്രിപ്പ് പോലെ തിരികെ ശരീരത്തിലേക്ക് നൽകും. അതിനുശേഷമുള്ള സമയമാണ് റിക്കവറി.
ഈ മുഴുവൻ പ്രോസസ്സിലെയും ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഇവയാണ്. 1. ഹൈ ഡോസ് കീമോ. ഇത് മൈലോമ സെല്ലുകളെ പരമാവധി ഇല്ലാതാക്കുന്നു. 2. സ്റ്റെം സെൽ ഇൻഫ്യൂഷൻ. നമ്മൾ നേരത്തെ സൂക്ഷിച്ചുവെച്ച നമ്മുടെ സ്വന്തം സ്റ്റെം സെല്ലുകളെ തിരികെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അതായത് ശത്രുവിനെ പുറത്താക്കുന്നു. എന്നിട്ട് നമ്മുടെ നല്ല കോശങ്ങളെ തിരികെ കൊണ്ടുവന്ന് അസ്ഥിമജ്ജയെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നു. ഇനി റിക്കവറിയുടെ കാര്യം. സാധാരണയായി 2-3 ആഴ്ച ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ചുകാലം അതീവ ശ്രദ്ധ കൊടുക്കണം. കാരണം നമ്മുടെ പ്രതിരോധശേഷി ഒന്ന് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് അണുബാധകൾ വരാതെ നോക്കാൻ ശുചിത്വം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഡോക്ടർമാരുടെ ടീം നിങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ നമ്മൾ ചികിത്സയുടെ പല സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അത് നിങ്ങളാണ്. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇത് നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ചികിത്സയുടെ തീരുമാനം ഡോക്ടർമാർ മാത്രം എടുക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ ആശങ്കകൾ, ഇതിനെല്ലാം അവിടെ സ്ഥാനമുണ്ട്. ഇതൊരു ടീം വർക്കാണ്. നിങ്ങൾക്കും ഡോക്ടർക്കും ഒരുമിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഈ വിവരണം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം. അടുത്ത തവണ ഡോക്ടറെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? ചോദിക്കാൻ മടിക്കരുത്. ഓർക്കുക, ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ചികിത്സയാണ്, നിങ്ങളുടെ ശബ്ദമാണ് ഏറ്റവും പ്രധാനം.